ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചിയേഴ്സ് വിത്ത് കാർത്തിക. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേര് അത് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ഒരു വീഡിയോ ചെയ്യുവാണ്. അപ്പം നമ്മൾ കുഞ്ഞിന് വേണ്ടിയിട്ട് വാട്ടർ ബോട്ടിലും പിന്നെ പെൻസിൽ ബോക്സ്, റേസർ, പെൻസിൽ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ബാഗ് അവന് സ്കൂളിൽ നിന്ന് തന്നെ ഉണ്ട്, അതുകൊണ്ട് നമുക്കത് വാങ്ങിക്കണ്ട. അപ്പം നമ്മളതൊക്കെ വാങ്ങിക്കാനായിട്ട് പോവാണ്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മുടെ പഴയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക. കാരണം ഇനിയിപ്പം മഴയല്ലേ, അപ്പം കുഞ്ഞുങ്ങളാകുമ്പോൾ അവരുടെ ബാഗിൽ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബാഗ് കഴുകിയിട്ടാലും ഇത് കൊണ്ടുപോകാമല്ലോ മാറിയും തിരിഞ്ഞും. അപ്പോൾ അങ്ങനെ പഴയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് അതും കൂടെ നമുക്ക് രണ്ടും കൂടെ മാറിയും തിരിഞ്ഞും കൊണ്ടുപോകാം. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കടയിൽ വന്നു. ഒരു കുണ്ട്ര ഹോസ്പിറ്റൽ ജംഗ്ഷനിലാണ് നമ്മൾ ഇത് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത്. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമേ കയറിയ കടയിൽ അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷെ എന്നാലും നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഒരുപാടൊന്നും ഇല്ലായിരുന്നു അവിടെ. വാട്ടർ ബോട്ടിലൊക്കെ സ്റ്റീലിൻ്റെ വലിയ വാട്ടർ ബോട്ടിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള വാട്ടർ ബോട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളവിടെ അത്യാവശ്യം നോക്കി, എന്നിട്ടൊന്നും കണ്ടില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനടുത്ത് തന്നെ വേറൊരു കടയുണ്ടായിരുന്നു, അവിടെ കയറി. അവിടെ നിന്നാണ് നമ്മളിപ്പം കുഞ്ഞിന് വാട്ടർ ബോട്ടിലും പെൻസിൽ ബോക്സും ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അവിടെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മൾ രണ്ടാമത് കയറിയ കടയിലാണ്. അപ്പം അവിടെ അത്യാവശ്യം നല്ല ബോട്ടിലായാലും പെൻസിൽ ബോക്സ് ആയാലും ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിന് സ്പൈഡർമാൻ്റെ, ആൺകുട്ടികളാണെങ്കിൽ സ്പൈഡർമാൻ്റെയും പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ബാർബിയുടെ ഒക്കെ ഒരുപാട് പെൻസിൽ ബോക്സും വാട്ടർ ബോട്ടിലിൻ്റെയൊക്കെ ഇതുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ഇങ്ങനെ നോക്കിയിട്ട് നമുക്കിഷ്ടപ്പെട്ട ഒരു വാട്ടർ ബോട്ടിലും പെൻസിൽ ബോക്സും ഒക്കെ എടുത്തു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, പിന്നെ മഴയായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി എടുത്തു. നമ്മളിങ്ങനെ സ്പൈഡർമാൻ്റെ ആയിരുന്നു നോക്കിയിരുന്നത്, പക്ഷേ സ്പൈഡർമാൻ്റെ എടുത്തു, പക്ഷേ ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നിയുണ്ട്. നമ്മളത് അവിടെ വെച്ചിട്ട് അത്യാവശ്യം നല്ല ഒരു വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴയായിരുന്നു. അപ്പം പിന്നെ ഇപ്പം മഴയൊന്നും തോന്നുന്നിപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേനും മഴ തോന്നുന്നു. അതിന് മുന്നേ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കട, കുണ്ട്ര ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ളൊരു കടയായിരുന്നു. അപ്പം ഇത് ഇപ്പം മോന് സ്കൂളിൽ നിന്ന് കിട്ടിയ കുറച്ച് ബാഗ്, യൂണിഫോം, ടെക്സ്റ്റ് ബുക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ, ആക്ടിവിറ്റീസൊക്കെയാണ്. അപ്പം അവരത് നമുക്ക് തന്നു വിടും നോക്കാനായിട്ട്. എന്നിട്ട് നമ്മളത് തിരിച്ചു കൊടുക്കണം. നമുക്ക് യൂണിഫോമും ബാഗും എടുത്തിട്ട് ബാക്കി നമുക്കവിടെ തിരിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ഞാനൊന്ന് നോക്കുവാണ്. അപ്പോൾ അതിനകത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ്, കുറേ ടെക്സ്റ്റ്, ഡയറി, പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ കാർഡ്, അങ്ങനെ കുറേ സംഭവങ്ങളാണ് അതിനകത്തുള്ളത്. അപ്പം അതൊക്കെ ഞാനൊന്ന് നോക്കുക. അപ്പം ആദ്യത്തെ ബോക്സിൽ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ബോക്സ് ഇതാണ്. ഇതിൽ കുറേ ആക്ടിവിറ്റീസ്, പിന്നെ കാർഡുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതവിടെ അവർ ചെയ്യിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നു വിടും. അപ്പം അതിലും എന്തൊക്കെയാണുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ 2 ബോക്സിലും എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവന് സ്കൂളിൽ നിന്ന് കിട്ടിയ ബാഗ് ഇതാണ്. അപ്പം ബാഗിൽ ഒരു തൊപ്പി, പിന്നെ ഐഡൻറ്റി കാർഡിൻ്റെ ഒരു ടാഗ്, പിന്നെ യൂണിഫോം, ഇത്രയാണ് ബാഗിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വീട്ടിൽ വയ്ക്കാം. ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം അവർക്ക് തിരിച്ചു കൊടുത്താൽ മതി. അവരത് തിരിച്ച് നമുക്ക് ചെയ്യിച്ചിട്ട്
വീട്ടിൽ തന്നു വിടും. അപ്പോൾ യൂണിഫോം കുറച്ച് വലുതായിരുന്നു, കാരണം ഇത് നിക്കർ കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്നതാണ്. പക്ഷേ ടീഷർട്ട് കുറച്ച് വലുതായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളത് ഒന്ന് കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് അത് ഇട്ട് നോക്കുന്നുണ്ട്. ഇത് ഏറ്റവും ചെറിയ സൈസാണിത്, പക്ഷെ എന്നാലും അവന് കുറച്ചൊരു വലുതാണ്. അപ്പം നമ്മളത് കൊണ്ടുവന്നിട്ടൊന്ന് ഇട്ട് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, ചെറിയൊരു ലൂസ് ഉണ്ട്. അപ്പം നമ്മളതൊന്ന് ഇട്ട് നോക്കിയിട്ട് നമ്മൾ പിന്നെ ടെക്സ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുകയാണ്, എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ടെക്സ്റ്റ് ഒന്ന് മറിച്ച് നോക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് എല്ലാം ഒന്ന് മറിച്ച് നോക്കി, എന്നിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.